ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പുറത്തൊരു ചാക്യാർ നിപ്പുണ്ട്, കണ്ടാലോ? കാണാം. ഈ പാഞ്ചാലിയുടെ വിവാഹത്തിന് ഈ രാജാക്കന്മാര് തന്നെ വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇടയില് ബ്രാഹ്മണരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ബ്രാഹ്മണര് നമുക്ക് നോക്കാം, പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവരെ പ്രേരിപ്പിക്കാം. അങ്ങനെ ബ്രാഹ്മണര് ചിലര് അവരുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി പുറപ്പെട്ടു. ഇദ്ദേഹം ആയാലോ? അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ ശേഷിയില്ല. ഇയാളെ വില്ലെടുക്കാൻ പുറപ്പെട്ടാൽ അബദ്ധാവുകയുള്ളൂ. എന്നാ പിന്നെ ഇദ്ദേഹം ആവാം. കണ്ടിട്ട് സുന്ദരനൊക്കെ ആണ്, പക്ഷെ അദ്ദേഹത്തിനും വില്ലെടുക്കാൻ പറ്റൂന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ അദ്ദേഹം ആയാലോ? സുന്ദരനാണ്, സുമുഖനാണ്, പക്ഷേ വിവാഹപ്രായമായിട്ടില്ല. താൻ വിഷമിക്കേണ്ട കേട്ടോ, തനിക്ക് നല്ലൊരു കന്യകയെ തരാം, പാഞ്ചാലി അല്ലെങ്കിൽ നല്ലൊരു കന്യകയെ തരാം, താൻ വിഷമിക്കേണ്ട. ഇങ്ങനെ ആരും പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റിയൊരാൾ വേണ്ടേ? എന്നാ പിന്നെ ഇദ്ദേഹം ആയാലോ? ശിവ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കണം അദ്ദേഹം വില്ലെടുക്കാൻ പുറപ്പെട്ട പാഞ്ചാലി വിവാഹത്തിന് മുമ്പ് തന്നെ വിധവയാണ്, അതുകൊണ്ട് അയാൾ വേണ്ട. ഇങ്ങനെ ആരും പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റിയൊരാൾ വേണ്ടേ? അപ്പോഴാ ഒരു വിദ്വാൻ നോക്ക് ഒരു പൊണ്ണൻ നിൽക്കണു, അയാളെ കൊണ്ട് സാധിക്കും. അവർ കണ്ടത് ബ്രാഹ്മണരുടെ ഇടയിൽ ബ്രാഹ്മണ വേഷത്തിലിരിക്കണ ഭീമസേനയാ. അപ്പം പാണ്ഡവരഞ്ചാള് പരസ്പരം കാണത്തക്ക വിധത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പ്രച്ഛന്ന വേഷത്തിൽ ഇരിക്കണ്ടായി. അതിൽ ഭീമസേന അവർ കണ്ടത്. കാണാൻ പാകത്തിനുണ്ടല്ലോ ഈ ശരീരം. ഭീമസേന എന്ന് അറിഞ്ഞിട്ടല്ല, ഏതോ ഒരു പൊണ്ണൻ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. ചാക്യാരുടെ കണ്ണില് പെടാതെ ഓടുകയാണല്ലേ പണ്ട് തൊട്ടേ ആൾക്കാരെല്ലാം. കാരണം തീർന്നു, അവരുടെ ജീവിതം തീർന്നു. ഇവിടെ തന്നെ ഇപ്പൊ ചേട്ടന്മാരൊക്കെ കരയാണ് പലരും. അപ്പൊ നമുക്ക് എന്താണെങ്കിലും, പക്ഷെ ആ ചാക്യാരെ പറ്റിട്ട് വേറൊരു ഇതുണ്ട് കേട്ടോ. ആള് യൂട്യൂബ് നോക്കിയിട്ടാണ് ഇത്രയും മിടുക്കനായിട്ട് ഈ മോൻ വന്ന് ഇവിടെ പെർഫോം ചെയ്ത് A ഗ്രേഡും മേടിച്ചിരിക്കുന്നത്.